സഹോദരൻ്റെ ചോദ്യം, അയാൾ പിന്നെ അശ്ലീല വീഡിയോകൾ കാണുന്നത് നിർത്താൻ വല്ലാതെ കഷ്ടപ്പെടുന്നു. ആദ്യം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് വരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇസ്ലാമിക ശിക്ഷ എന്താണ്? ഞാൻ നിർത്താൻ വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഭാവി ജീവിതത്തിൽ ഇതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നാണ് ഒരു സഹോദരൻ്റെ ചോദ്യം. അപ്പം എന്താ പറയുക, ഐരാനി സിനാഹുമ എന്നതാണ് കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണെന്ന് പറഞ്ഞാൽ ഇത്തരം അശ്ലീലങ്ങൾ കാണുന്നത് വ്യഭിചാരത്തിന് സമാനമായ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അത് ഗുരുതരമായ തെറ്റാണ്. മാത്രമല്ല ഖുർആൻ്റെ നിർബന്ധമായ കൽപ്പനയുണ്ട്, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, കണ്ണുകളെ താഴ്ത്തണമെന്ന് ശക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്താണ്, തികച്ചും നിഷിദ്ധമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അത് പരലോകത്തെ വളരെ ശക്തമായി പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം ആത്മാർത്ഥമായി ഇതിന് പിൻവാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, നടക്കുന്നില്ല. അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അഡിക്ഷനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇതിലും പറയാനുള്ളത്. അദ്ദേഹം ഒരു അഡിക്റ്റാണ്. അപ്പോൾ അയാൾ തീർച്ചയായും ഒരു ചികിത്സയിലൂടെ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൂർണ്ണമായി തിരിച്ചു വരാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിർത്തി ദിവസങ്ങളോളം അതിനൊക്കെ മാറി നിന്ന് ജീവിച്ച് ശീലിച്ച് തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹം പരിശ്രമിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ദയനീയമായ ഒരു പരിണതിയിലേക്കാണ് ഈ അഡിക്ഷൻ അയാളെ എത്തിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള നമ്മളെ ചോദ്യങ്ങളോട് അവസാനിക്കുകയാണ്. കാരണം നമുക്ക് ആകെ കുറച്ച് സമയങ്ങളുള്ളൂ, 1-2 മിനിറ്റുള്ളൂ. അപ്പോൾ പൊതുവായിട്ട് എന്തെങ്കിലും ഒരു ഉപദേശം ഈ ഇത്തരം ആളുകൾക്ക്? നമ്മൾക്കിപ്പോൾ ഈ അവസാനം ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. ഏതാണെങ്കിലും അതെ, മൊത്തത്തിൽ അല്ലേ ഞാൻ പറയണത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് അല്ല, നമ്മളെപ്പോഴും നമ്മൾ ലൈവിലെടുക്കുന്ന ഏത് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിശോധിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹു നമുക്ക് ഒരു സമാധാനത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയായിട്ടാണ് മതത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ചില ദുർബലതകളെ കൊണ്ടോ അല്ലെങ്കിൽ ചില താല്പര്യങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ചില അഡിക്ഷനുകളെ കൊണ്ടോ ഒക്കെ എന്തു ചെയ്യും, നമ്മൾ ചില തിന്മകളെ എന്തു ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേറെടുത്താതെ നമ്മൾ കൊണ്ടിടണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായി ഈ തിന്മകളെല്ലാം നമുക്ക് നഷ്ടങ്ങളും പരാജയങ്ങളും ഉണ്ടാക്കാം. അത് തിരിച്ചറിയാത്ത ആളുകളെക്കുറിച്ചാണ് നമുക്ക് ഈ വരുന്ന പരാതികളൊക്കെ. മതപരമായി തെറ്റായ ചില കർമ്മങ്ങളും പ്രവർത്തനങ്ങളും സ്വഭാവങ്ങളും കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് അവരെ കൂടെ ജീവിക്കുന്നവർ അതിനെപ്പറ്റി പരാതിപ്പെടേണ്ടി വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ദീനിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് മടങ്ങുക, ഈ ഉത്ബോധനങ്ങൾ കേൾക്കുക. അതുമാത്രമേ നമ്മുടെ സമാധാനപരമായ മുന്നോട്ട് പോക്കിന് സഹായകമാകൂ എന്നാണ് പറയാനുള്ളത്.